പോകുന്ന തൃശ്ശൂരിൽ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് റോഡിൽ വീണ് ബസ് കയറി മരിച്ചു. പൊങ്കുന്ന സ്വദേശി വിഷ്ണുദത്താണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അമ്മ പത്മിനി ചികിത്സയിലാണ്. MG റോഡിൽ ഈ സംഭവത്തെ തുടർന്ന് കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധക്കാർ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ശ്രമങ്ങളെ ചെറുക്കുന്നുമുണ്ട്. ഒരു ജീവൻ പൊലിഞ്ഞു പോയത് കണ്ടില്ലേ, നിങ്ങൾ നോക്കി നിന്നില്ലേ, ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്നത്. നിർഭാഗ്യകരമായ സംഭവമാണ്. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയുമായി യാത്ര ചെയ്യുകയാണ്. സ്വാഭാവികമായും അതിന്റെ ജാഗ്രതയുണ്ടാകും. കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യുവാവ് വാഹനം വെട്ടിച്ചത്. പിന്നാലെ വന്ന ബസ് പക്ഷേ ആ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. തത്സമയം തന്നെ ഏറെക്കുറെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധമാണ് അവിടെ രൂപപ്പെടുന്നത്. ലിഷോയ് വിവരങ്ങളുമായിട്ട് ലിഷോയ്, പ്രതിഷേധം കടുക്കുന്നു. ആളുകൾ മാറാൻ തയ്യാറാകുന്നില്ല. പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമം. ഈ യുവാവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, എങ്ങനെയാണ് പ്രതിഷേധം അവിടെ നടക്കുന്നത്? ലിഷോയ് കേൾക്കാമെങ്കിൽ മേയർ എത്തട്ടെ, മേയർ ഒന്ന് ഉത്തരം പറയട്ടെ എന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. കോൺഗ്രസും BJPയും ഒരുമിച്ചാണോ പ്രതിഷേധ രംഗത്തുള്ളത്? മരിച്ച യുവാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി. കോൺഗ്രസിന്റെയും കൗൺസിലർമാർ ആണ്, വനിതാ കൗൺസിലർമാരാണ് ഇവിടെ നിലത്ത് കിടന്ന് റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നത്. റോഡിൽ കിടന്നുകൊണ്ട് പോലീസ് എടുത്തു മാറ്റാനായി ശ്രമിച്ചപ്പോൾ, ഈ പ്രതിഷേധം ഒഴിവാക്കാനായി ശ്രമിച്ചപ്പോൾ യാതൊരു വിധത്തിലും വഴങ്ങില്ല. ഇതിൽ മേയർ സ്ഥലത്തെത്തിട്ട് മേയർ ഗോവയിലേക്ക് ടൂർ പോയിരിക്കുകയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെയും BJPയുടെയും കൗൺസിലർമാർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. യാതൊരു വിധത്തിലും തങ്ങൾ ഇവിടെ ാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ കൗൺസിലർമാർ പറയുന്നത്. ഈ റോഡിൽ തന്നെ കിടന്ന് ഈ കൗൺസിലർമാർ പലതവണ മേയറോട് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. മേയറോട് നേരത്തെ റോഡിന്റെ കാര്യമൊക്കെ അറിയിച്ചിരുന്നു. ഇവിടുത്തെ കോർപ്പറേഷനിലത്തെ പ്രധാനപ്പെട്ട റോഡുകളിലുള്ള മുഴുവൻ റോഡുകളുടെ ശോചനീയാവസ്ഥ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ ഏറ്റവും തിരക്കുള്ള റോഡാ. ഈ കുഴികൾ അടയ്ക്കണം മേയർ എന്ന് പറഞ്ഞതാ. മേയർക്ക് ചിരിയ തമാശയാ. ഇതിക്ക് മുമ്പ് സ്ത്രീ വീണു മരിച്ചില്ലേ? അന്നും ഞങ്ങൾ പറഞ്ഞു. അതും MG റോഡിൽ തന്നെയായിരുന്നു. അതെ, അന്നൊരു ചിയാരത്തുള്ള ഒരു ലേഡി മരിച്ചില്ലേ? ഇന്നിപ്പോ രണ്ടാമത്തെ ജീവനല്ലേ പോയത്. ഇവർക്ക് തമാശ. വർഷക്കാലം വരുന്നതിന് മുൻപ് നഗരത്തിലെ മുഴുവൻ റോഡുകളുടെയും കുഴികൾ അടയ്ക്കാൻ നിരവധി തവണ ഞങ്ങൾ കൗൺസിലിൽ പറഞ്ഞു. മേയർ ടൂർ പോയിരിക്കുക. മാസത്തിൽ 5 ടൂറുകൾക്ക് മേയർക്കും സംഘവും എന്നും ടൂറാ. എന്തിനാ എവിടേക്കാ പോണേന്ന് ആർക്കും അറിയില്ല. കൗൺസിലിന്റെ ദൂർത്തടിയാണ് അവർ ചെയ്യുന്നത്. ദൂർത്തടിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഞങ്ങൾ ഇതിന് മറുപടി കിട്ടാൻ പോവില്ല. ACP അടക്കമുള്ളവർ പറഞ്ഞത് കേസ് ഗൗരവ, അതുകൊണ്ട് വേഗം ഏറ്റിട്ട് പൊക്കോളാൻ. അങ്ങനെ പേടിപ്പിക്കും എന്ന പോലീസ്. അവര് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കട്ടെ. എന്താ ചോദിക്കാത്ത? ഇവരെ തൊപ്പി ധരിക്കുന്ന പേടിയാണ് അവർക്ക്. സ്ഥലം മാറ്റാണ് അവർക്ക് പേടി. പിണറായി തീറ്റിപ്പോറ്റുന്ന പോലീസിനോട് ഞങ്ങൾ പറയണേ, യഥാർത്ഥ കുറ്റക്കാർക്കെതിരെ കേസെടുക്കാനാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി ഒരു